ഇടവം രാശിക്കാരെ, ഒന്നു നിൽക്കൂ. ഒരു നിമിഷം നിങ്ങളുടെ ഫോൺ താഴെ വയ്ക്കാതിരിക്കൂ. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ സത്യമാണ്. ഇത് ഒരു സാധാരണ പ്രവചനം അല്ല. ഇത് ആകാശം നിങ്ങൾക്കായി എഴുതിവച്ച ഒരു അധ്യായമാണ്. ഗ്രഹങ്ങൾ ഇന്ന് ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നുണ്ട്. ആ ഭാഷ ഇടവം രാശിക്കാരെക്കുറിച്ചാണ്, നിങ്ങളെക്കുറിച്ചാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിമിഷത്തെക്കുറിച്ചാണ്. പലരും ഇടവം രാശിക്കാരെക്കുറിച്ച് ഒരു കാര്യം പറയാറുണ്ട്. ഇവർ ക്ഷമയുള്ളവരാണ്, ഇവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്, ഇവർ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ വഹിക്കുന്നവരാണ്. പക്ഷേ ആ സ്വപ്നങ്ങൾ നടക്കാൻ കുറച്ചു കാലം കൂടുതൽ കാത്തിരിക്കേണ്ടി വരാറുണ്ട്. ഈ കാത്തിരിപ്പ് ഒരിക്കലും വ്യർത്ഥമല്ല. ആ കാത്തിരിപ്പിന്റെ ഫലം ഇപ്പോൾ ആകാശം തയ്യാറാക്കി വച്ചിരിക്കുന്നു. ഇടവം രാശിക്കാരെ, നിങ്ങൾ ഇതുവരെ ഒരുപാട് സഹിച്ചു, ഒരുപാട് കണ്ണീർ ഒഴുക്കി, ഒരുപാട് വേദന ഉള്ളിൽ ഒളിപ്പിച്ചു, ആരോടും പറയാതെ ഒരുപാട് ഭാരം ഒറ്റയ്ക്ക് വഹിച്ചു. ഞാൻ ഇന്ന് ആ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ പറയട്ടെ. കാരണം ആ ഭാരം ഇനി ഉണ്ടാകില്ല. ഗ്രഹങ്ങൾ ഇപ്പോൾ അനങ്ങുന്നുണ്ട്. ആ ചലനം നിങ്ങൾക്ക് അനുകൂലമാണ്. ആ ചലനം നിങ്ങളുടെ ജീവിതം തിരിച്ചുകൊടുക്കാൻ പോകുന്നുണ്ട്. ഗുരു ഭഗവാൻ ഇപ്പോൾ ഒരു വലിയ ശക്തിയുമായി നിൽക്കുകയാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഇടവം രാശിയിൽ പതിയുമ്പോൾ ഒരു വലിയ ഊർജം ഉണ്ടാകും. ആ ഊർജം ജീവിതത്തെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കും. ഗുരുവിന്റെ കൃപ ലഭിക്കുന്ന ഒരു കാലഘട്ടം ഇടവം രാശിക്കാർക്ക് ഇതുവരെ ഇത്രയും ശക്തിയോടെ വന്നിട്ടില്ല. ഈ ഘട്ടം അത്രയും അപൂർവമാണ്. ഈ ഘട്ടം അത്രയും വലുതാണ്. ശനി ഭഗവാൻ ഒരു കാര്യം ചെയ്യാറുണ്ട്. നല്ലവരെ അല്പം വൈകിപ്പിക്കും, പക്ഷേ ഒരിക്കലും കൈവിടില്ല. ശനിയുടെ ദൃഷ്ടിയിൽ ഇടവം രാശിക്കാർ ഒരു പ്രത്യേക ഇടത്തിൽ നിൽക്കുന്നു. ആ ഇടം ഒരു പരീക്ഷണ ഘട്ടവും ഒരു ഫലം ലഭിക്കുന്ന ഘട്ടവും ഒരുമിച്ചു വരുന്ന സന്ധ്യാസമയം പോലെയാണ്. ഈ സന്ധ്യ ഒരിക്കൽ കഴിഞ്ഞാൽ ഇരുട്ട് മാറും, വെളിച്ചം വരും. ശനി ഭഗവാൻ കൊടുക്കുന്ന ഫലം ഒരിക്കലും ചെറുതായിരിക്കില്ല. കൊടുക്കുമ്പോൾ കൈ നിറയെ കൊടുക്കും. രാഹുകേതു ഇപ്പോൾ ഒരു അദൃശ്യ ശക്തി പോലെ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ട്. ഈ ശക്തി ചിലപ്പോൾ ഒരു ചതി പോലെ തോന്നും, ചിലപ്പോൾ ഒരു അത്ഭുതം പോലെ തോന്നും. ഈ രണ്ടും ഒരുമിച്ചാണ് ഇപ്പോൾ ഇടവം രാശിക്കാർക്ക് അനുഭവപ്പെടുന്നത്. ശ്രദ്ധിക്കൂ, ഈ ഘട്ടത്തിൽ ആര്യന്റെ വാക്കുകൾ വിശ്വസിക്കാൻ ബന്ധപ്പെടരുത്. ഏത് തീരുമാനവും ഒന്ന് ആലോചിച്ചിട്ട് മാത്രം. കാരണം രാഹുവിന്റെ ഈ ഘട്ടം ഒരു ഇരുത്തം കൊണ്ടുവരുന്ന ഘട്ടമാണ്. ഈ ഘട്ടം കടന്നാൽ ജീവിതം ഒരു പുതിയ ഭൂമിയിൽ നിൽക്കുന്ന പ്രതീതി ഉണ്ടാകും. ഇനി നിങ്ങൾ ഒന്ന് ആലോചിക്കൂ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഒരു അസ്വസ്ഥത ഉണ്ടോ? ഉള്ളിൽ എന്തോ ഒരു ആകാംക്ഷ ഉണ്ടോ? ഒരു ചോദ്യം ഉള്ളിൽ തിരഞ്ഞു നടക്കുന്നുണ്ടോ? ആ ചോദ്യം ഇടവം രാശിക്കാർ ആർക്കും ചോദിക്കാതെ മനസ്സിൽ ഒതുക്കി വച്ചിരിക്കുകയെ ആയിരുന്നു. ആ ചോദ്യത്തിന് ഇന്ന് ഒരു ഉത്തരം ഉണ്ടാകും. ഗ്രഹങ്ങൾ ആ ഉത്തരം നൽകാൻ ഇന്ന് ഒരുങ്ങി നിൽക്കുന്നു. ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവ് ഉണ്ടാകാൻ പോകുകയാണ്. ഈ വഴിത്തിരിവ് ഒരു പ്രത്യേക ഗ്രഹചേർച്ചയുടെ ഫലമാണ്. 150 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ഉണ്ടാകുന്ന ഈ ഗ്രഹചേർച്ച ഇടവം രാശിക്കാർക്ക് ഒരു പ്രത്യേക ഭാഗ്യം കൊണ്ടുവരുന്നു. ഈ ഭാഗ്യം ധനപരമായ ഒരു ഉയർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. ഹൃദയത്തിലെ ഒരു ബന്ധം ദൃഢമാകുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒരു തിരിവ് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഞാൻ ജോലിയെക്കുറിച്ച് പറയട്ടെ. ഇടവം രാശിക്കാർ ജോലി ചെയ്യുന്ന ഇടത്ത് ഒരു മാറ്റം ഉണ്ടാകും. ഈ മാറ്റം ഭയപ്പെടേണ്ടതില്ല. ഈ മാറ്റം ഒരു ഉയർച്ചയുടെ ആരംഭമാണ്. ഇതുവരെ ചെയ്ത കഷ്ടപ്പാടിന് ഒരു ഉത്തരം ഇപ്പോൾ വരാൻ പോകുന്നു. മേലധികാരിയുടെ ഭാഗത്തു നിന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ ഒരു അംഗീകാരം ലഭിക്കും. ആ അംഗീകാരം ഒരു ചെറിയ കാര്യം ആയിരിക്കില്ല. അത് ഒരു വലിയ നിലയ്ക്കുള്ള ഒരംഗീകാരമായിരിക്കും. ഒരുപക്ഷേ ഒരു പ്രൊമോഷൻ ആകാം, ഒരുപക്ഷേ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കൽ ആകാം, ഒരുപക്ഷേ ഒരു പ്രത്യേക പദവി ആകാം. ഇത് 100% നടക്കും. ജോലി അന്വേഷിക്കുന്ന ഇടവം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു നല്ല ഘട്ടമാണ്. ഇതുവരെ ഏത് ശ്രമം നടന്നിരുന്നില്ലയോ ആ ശ്രമം ഇനി ഒരു ഫലം കൊണ്ടുവരും. ഒരു വാതിൽ അടഞ്ഞാൽ ഒരു ജനൽ തുറക്കും എന്ന് ഗ്രഹങ്ങൾ ഇടവം രാശിക്കാർക്ക് ഇന്ന് ഉറപ്പു നൽകുന്നു. ആ ജനലിലൂടെ ഒരു നല്ല കാറ്റ് വരാൻ പോകുന്നു. ആ കാറ്റ് ജീവിതത്തിൽ ഒരു പുതിയ ദിശ കൊണ്ടുവരും. ബിസിനസ് ചെയ്യുന്ന ഇടവം രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് തീരുമാനം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ആ തീരുമാനം ധൃതിയിൽ എടുക്കരുത്. ഗ്രഹദൃഷ്ടി അനുകൂലമാണ്, പക്ഷേ ഏതൊരു ബിസിനസ് നീക്കവും ആലോചിച്ചിട്ട് ചെയ്യണം. ഒരു പുതിയ പങ്കാളിത്തം ഈ ഘട്ടത്തിൽ ഒരു വലിയ ഗുണം കൊണ്ടുവരും. ഒരു പുതിയ ഉടമ്പടി ഒരു വലിയ ലാഭം കൊണ്ടുവരും. ഈ ഘട്ടത്തിൽ ബിസിനസ് ചെയ്യുന്നവർ ഒരു നല്ല ഘട്ടത്തിന്റെ ആരംഭ ബിന്ദുവിൽ നിൽക്കുകയാണ്. ഇനി ധനകാര്യം. ഇടവം രാശിക്കാർക്ക് ധനപരമായ ഒരു കടമ്പ ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. പക്ഷേ ആ കടമ്പ കടക്കാൻ ഒരു അദൃശ്യ ശക്തി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ദിശ നിന്ന് ഒരു ധനലാഭം ഉണ്ടാകും. ഒരുപക്ഷേ ഒരു കടം തിരിച്ചുകിട്ടിയേക്കാം, ഒരുപക്ഷേ ഒരു ബോണസ് ആകാം, ഒരുപക്ഷേ ഒരു നിക്ഷേപം ഒരു നല്ല ഫലം തരും. ഏത് ദിശ നിന്ന് ആണ് ധനം വരുന്നത് എന്ന് ഇപ്പോൾ ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വരും. ഒരു കാര്യം ഉറപ്പ്, ധനം വരും. ഇടവം രാശിക്കാരുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ട്. ഈ ഭയം ധനത്തെക്കുറിച്ചാണ്. ഒരു ഭദ്രത ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യമുണ്ട്.
ഈ ചോദ്യത്തിന് ഇന്ന് ഗ്രഹങ്ങൾ ഒരു ഉത്തരം നൽകുന്നു. ആ ഉത്തരം പോസിറ്റീവ് ആണ്. ആ ഉത്തരം ഭദ്രതയുടെ ഒരു ഉറപ്പാണ്. ഈ ഘട്ടം ധനകാര്യ ഭദ്രതയ്ക്ക് ഒരു ആരംഭ ബിന്ദു ആകും. ഈ ആരംഭ ബിന്ദുവിൽ നിന്ന് ഒരു ദൃഢമായ ഒരു ഭദ്രതയിലേക്ക് ഇടവം രാശി കാർ ചുവടുകൾ വയ്ക്കും. ഒരു ഉപദേശമുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു ദ്രുതഗതിയിലുള്ള ഒരു ധനനിക്ഷേപം ഒഴിവാക്കൂ. ഒരു ആൾ വരും. ഒരു നല്ല ഡീൽ ആണ് എന്ന് പറയും. ആ ഡീൽ കേൾക്കൂ. പക്ഷേ ഉടനെ ഒരു തീരുമാനം എടുക്കരുത്. ഒന്ന് ആലോചിക്കൂ. ഒരു ദിവസം കൂടി കഴിഞ്ഞ് ചിന്തിക്കൂ. കാരണം ഈ ഘട്ടത്തിൽ ഒരു ചതിക്കുഴി ഉണ്ട്. ആ ചതിക്കുഴി ഒഴിവാക്കണം. ആ ജാഗ്രത ഇടവം രാശിക്കാർ കൈക്കൊള്ളണം. ഇനി ഞാൻ ഹൃദയ വ്യവഹാരങ്ങൾ ഒന്ന് പറയട്ടെ. ഇടവം രാശിക്കാരുടെ ഹൃദയത്തിൽ ഒരു ആൾ ഉണ്ടോ? ആ ബന്ധം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ ഒരു ഉറച്ച തീരുമാനം ഉണ്ടാകും. ആ ബന്ധം ഒന്നുകിൽ ആഴത്തിൽ ഉറയ്ക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തത ഉണ്ടാകും. ഏത് ആയാലും ഇടവം രാശിക്കാർക്ക് ഗുണമാണ്. ഒരു ബന്ധം ഉറയ്ക്കുന്നത് ഗുണം. ഒരു ബന്ധത്തിൽ നിന്ന് ഒരു വ്യക്തത ഉണ്ടാകുന്നതും ഗുണം. കാരണം ഇടവം രാശിക്കാർ ഒരു ദ്വൈഭാവ ജീവിതം ഇഷ്ടപ്പെടുന്നവരല്ല. ഇവർ ഉറപ്പ് ഇഷ്ടപ്പെടുന്നവരാണ്. ആ ഉറപ്പ് ഇനി ഉണ്ടാകും. പ്രേമബന്ധത്തിൽ ഉള്ള ഇടവം രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു ചെറിയ ആശയ വ്യതിയാനം ഉണ്ടായേക്കാം. ഒരു ചെറിയ തർക്കം ഉണ്ടായേക്കാം. ആ തർക്കം ഒരു ബന്ധം ഒടിക്കാൻ ശ്രമിക്കും. ആ ശ്രമം ജയിക്കരുത്. ക്ഷമ കൈക്കൊള്ളൂ. ഒരു ചെറിയ ക്ഷമ ഒരു വലിയ ബന്ധം നിലനിർത്തും. ആ ക്ഷമ ഇടവം രാശിക്കാർ കൈക്കൊണ്ടാൽ ഒരു മനോഹരമായ ഭാവി ഉണ്ടാകും. ഒരു ദൃഢമായ ഒരു ബന്ധം ഉണ്ടാകും. വിവാഹം ആഗ്രഹിക്കുന്ന ഇടവം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു നല്ല ഘട്ടമാണ്. ഒരു നല്ല വ്യക്തി ജീവിതത്തിലേക്ക് കടന്നുവരാൻ പോകുന്നു. ആ വ്യക്തി ഒരു അപ്രതീക്ഷിത ദിശ നിന്ന് വരും. ഒരുപക്ഷേ ഒരു ബന്ധുവിന്റെ ശുപാർശ ആകാം. ഒരുപക്ഷേ ഒരു സുഹൃത്തിന്റെ പരിചയം ആകാം. ഒരുപക്ഷേ ഒരു അദൃശ്യ ശക്തി ആ ആളെ ജീവിതത്തിലേക്ക് നടത്തിക്കൊണ്ടുവരും. ആ കൂടിക്കാഴ്ച ഒരു ആകസ്മിക കൂടിക്കാഴ്ച ആണെങ്കിലും ആ ആൾ ജീവിതത്തിൽ ഒരു സ്ഥിരം ഇടം ഉണ്ടാക്കും. ഈ ഘട്ടം ഒരു വിവാഹ സ്വപ്നം യാഥാർത്ഥ്യം ആകുന്ന ഒരു ഘട്ടമാണ്. ഇടവം രാശിക്കാരുടെ കുടുംബജീവിതം ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ഒരു കലക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട്ടിൽ ഒരു ചെറിയ ആശയഭിന്നത ഉണ്ടാകാം. ഒരു ചെറിയ സംഘർഷം ഉണ്ടാകാം. ഈ സംഘർഷം ഭൂതകാലത്തിലെ ഒരു തെറ്റിദ്ധാരണ മൂലം ആകാം. ആ തെറ്റിദ്ധാരണ ഈ ഘട്ടത്തിൽ തിരുത്തപ്പെടും. ഒരു തുറന്ന സംഭാഷണം ആ തെറ്റിദ്ധാരണ മാറ്റും. ആ സംഭാഷണം ഉണ്ടാകും. ആ സംഭാഷണത്തിന് ശേഷം കുടുംബത്തിൽ ഒരു ശാന്തി ഉണ്ടാകും. ആ ശാന്തി ദൃഢമായ ഒരു ഐക്യം കൊണ്ടുവരും. അമ്മ അച്ഛൻ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ മൂത്ത ഒരു കുടുംബ അംഗത്തിന് ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ആരോഗ്യ പ്രശ്നം ഗൗരവമായ ഒന്നല്ല. പക്ഷേ അത് അവഗണിക്കരുത്. ഒരു ഡോക്ടറെ കണ്ടിരിക്കൂ. ഒരു ചെറിയ ശ്രദ്ധ ഒരു വലിയ ആരോഗ്യ പ്രശ്നം ഒഴിവാക്കും. ഈ ജാഗ്രത ഇടവം രാശിക്കാർ കൈക്കൊള്ളണം. കാരണം കുടുംബം ഇടവം രാശിക്കാർക്ക് സർവസ്വമാണ്. ആ സർവസ്വം സംരക്ഷിക്കേണ്ടത് ഇടവം രാശിക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഇനി ആരോഗ്യം. ഇടവം രാശിക്കാരുടെ സ്വന്തം ആരോഗ്യം ഈ ഘട്ടത്തിൽ ഒരു ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട്. ഉദരവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ ഭക്ഷണക്രമം ഒന്ന് ശ്രദ്ധിക്കൂ. അമിതമായ ജോലി ഒഴിവാക്കൂ. കുറച്ച് വിശ്രമം ആവശ്യമാണ്. ഒരു ശാന്തമായ ഒരു ഉച്ചയ്ക്ക് ഒരു ഉറക്കം ഒരു വലിയ ഊർജം കൊണ്ടുവരും. ആ ഊർജം ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. മനസ്സ് ഒരുപാട് ആകുലപ്പെടുന്നവരാണ് ഇടവം രാശിക്കാർ. ഈ ആകുലത ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഒരു പ്രശ്നം ഉള്ളിൽ ഒതുക്കി നടക്കുന്നുണ്ടാകും. ആ പ്രശ്നം ആരോടെങ്കിലും പറഞ്ഞ് ഒഴിവാക്കൂ. ഒരു വിശ്വസ്തനായ ഒരു ആളോട് മനസ്സ് തുറക്കൂ. ആ തുറക്കൽ ഒരു ഭാരം ഇറക്കി വയ്ക്കലാണ്. ആ ഭാരം ഇറക്കി വച്ചാൽ മനസ്സ് ഒരു ശാന്തി ഉണ്ടാകും. ആ ശാന്തിയാണ് ഈ ഘട്ടത്തിൽ ഇടവം രാശിക്കാർക്ക് ഏറ്റവും ആവശ്യം. പഠനത്തിൽ ഉള്ള ഇടവം രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ഘട്ടം ഒരു നിർണായക ഘട്ടമാണ്. ഒരു പ്രധാനപ്പെട്ട പരീക്ഷ ആകാം. ഒരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂ ആകാം. ഒരു പ്രധാനപ്പെട്ട ഒരു അവസരം ആകാം. ഈ ഘട്ടത്തിൽ ഒരു ഏകാഗ്രത ആവശ്യമാണ്. ശ്രദ്ധ ചിതറരുത്. ഒരു ലക്ഷ്യം ഉറപ്പിച്ചിട്ട് ആ ലക്ഷ്യത്തിലേക്ക് ഒരു കണ്ണ് മാത്രം. ആ ഏകാഗ്രത ഒരു വലിയ ഫലം കൊണ്ടുവരും. ആ ഫലം ഇടവം രാശിക്കാരുടെ ഭാവി ജീവിതത്തിൽ ഒരു പ്രകാശം ആകും. വിദേശ സ്വപ്നം ഉള്ള ഇടവം രാശിക്കാർ ഒരു കാര്യം ഓർക്കൂ. ഈ ഘട്ടത്തിൽ ഒരു വിദേശ അവസരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വിദേശക്ഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വിദേശ ജോലി ഒരു സൂചന നൽകാൻ സാധ്യതയുണ്ട്. ഈ സൂചന നോക്കിയിരിക്കൂ. ആ അവസരം കടന്നു പോകരുത്. ആ അവസരം ഒരു ജീവിത മാറ്റം ആകും. ഒരുപക്ഷേ ഒരു ഉയർന്ന ജോലി ആകാം. ഒരുപക്ഷേ ഒരു ഉയർന്ന ജീവിത നിലവാരം ആകാം. ആ അവസരം ശ്രദ്ധയോടെ കൈക്കൊള്ളൂ. ശത്രുക്കൾ ഉള്ള ഇടവം രാശിക്കാർ ഒന്ന് ആശ്വസിക്കൂ. ഈ ഘട്ടത്തിൽ ശത്രുക്കൾ ശക്തിയില്ലാതാകും. ഇതുവരെ ചതിക്കാൻ ശ്രമിച്ചവർ ഒരു നാണക്കേടിൽ അകപ്പെടും. ഇതുവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചവർ ഒരു ശക്തിയില്ലാത്ത അവസ്ഥയിൽ ആകും. ഇത് ഇടവം രാശിക്കാർ ചെയ്യുന്നതല്ല, ഗ്രഹങ്ങൾ ചെയ്യുന്നതാണ്. കർമ്മം ഒരു ഫലം കൊടുക്കുന്ന ഘട്ടമാണ് ഇത്. ആ ഫലം ഇടവം രാശിക്കാർക്ക് ഒരു ആശ്വാസം ആകും. ഇനി ആധ്യാത്മിക ഉണർവ് ഒന്ന് പറയട്ടെ. ഈ
ഈ ഘട്ടത്തിൽ ഇടവം രാശിക്കാർക്ക് ഒരു ആധ്യാത്മിക ഉണർവ് ഉണ്ടാകും. ഒരു ക്ഷേത്ര ദർശനം ഒരു വലിയ ഊർജം കൊണ്ടുവരും. ഒരു ദേവഭക്തി ഒരു ദൈവകൃപ കൊണ്ടുവരും. ഈ ഘട്ടത്തിൽ ഒരു ദൈവകൃപ ലഭിക്കുന്ന ഒരു ചെറിയ ആധ്യാത്മിക ആചാരം ഉണ്ടാകണം. ഒരു ദിവസം ഒരു ദൈവനാമജപം, ഒരു ദിവസം ഒരു ദൈവഭക്തി. ഈ ഒരു ചെറിയ ആചാരം ഒരു വലിയ ഗ്രഹകൃപ കൊണ്ടുവരും. ഇനി ഞാൻ ആ 3 നിർണായക ഘട്ടങ്ങൾ പറയട്ടെ. ഈ ഘട്ടങ്ങൾ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും. 1-ാം ഘട്ടം. അടുത്ത 7 നാളുകൾക്കുള്ളിൽ ഒരു ദ്രുതഗതിയിലുള്ള ഒരു ധനലാഭ അവസരം ഇടവം രാശിക്കാർക്ക് ഉണ്ടാകും. ഒരു ദിശ നിന്ന് ഒരു ക്ഷണം വരും. ആ ക്ഷണം ഒരു ധനലാഭം ഉറപ്പുതരുന്ന ഒരു ക്ഷണം ആകും. ആ ക്ഷണം ശ്രദ്ധയോടെ ഒന്ന് ആലോചിക്കൂ. ഒരു ശ്രദ്ധ ഒരു ലാഭം ഉണ്ടാക്കും. 2-ാം ഘട്ടം. അടുത്ത 7 നാളുകൾക്കും 11 നാളുകൾക്കും ഇടയ്ക്ക് ഒരു ഹൃദയ വ്യവഹാരം ഒരു നിർണായക ഘട്ടത്തിൽ ആകും. ഒരു ബന്ധം ഒരു ഉറപ്പ് ആകും. ഒരു ഉറക്കമില്ലാത്ത ഒരു രാത്രി ഒരു ഉത്തരം കൊണ്ടുവരും. ആ ഉത്തരം ഹൃദയം ആഗ്രഹിക്കുന്ന ഉത്തരം ആകും. ആ ഉത്തരം ഒരു ആഹ്ലാദം കൊണ്ടുവരും. ആ ആഹ്ലാദം ഒരു ദൃഢബന്ധത്തിന്റെ ആരംഭം ആകും. 3-ാം ഘട്ടം. 11 നാളുകൾക്കും 15 നാളുകൾക്കും ഇടയ്ക്ക് ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് നിർണായക ഒരു ഘട്ടം ഉണ്ടാകും. ഒരു ഉത്തരവ് വരും. ഒരു ഉത്തരവ് ഒരു ഉയർച്ച ഉറപ്പാക്കും. ആ ഉത്തരവ് പ്രതീക്ഷിക്കൂ. ആ ഉത്തരവ് ഇടവം രാശിക്കാരുടെ ജോലി ജീവിതം ഒരു പുതിയ ഉയരത്തിൽ നിർത്തും. ആ ഉയരം ഇതുവരെ ഇടവം രാശിക്കാർ കണ്ടിട്ടില്ലാത്ത ഒരു ഉയരം ആകും. ഇനി ഉപായങ്ങൾ. ഈ ഘട്ടത്തിൽ ഇടവം രാശിക്കാർ ഒന്ന് ചെയ്യൂ. ഒരു ശുക്രവാരം ഒരു ദേവീ ക്ഷേത്ര ദർശനം ഉണ്ടാകണം. ദേവിക്ക് ഒരു മഞ്ഞ പൂ അർപ്പിക്കൂ. ഒരു ദീപം തെളിക്കൂ. ഈ ഒരു ചെറിയ ഭക്തി ഒരു വലിയ ഗ്രഹകൃപ കൊണ്ടുവരും. ലക്ഷ്മി ദേവിയോടുള്ള ഒരു ഭക്തി ഇടവം രാശിക്കാർക്ക് ഒരു ധനഭദ്രത കൊണ്ടുവരും. കാരണം ഇടവം ശുക്രന്റെ രാശിയാണ്. ശുക്രൻ ലക്ഷ്മി ദേവിയോട് ഒരു അടുത്ത ബന്ധം ഉള്ള ഒരു ഗ്രഹമാണ്. ആ ഗ്രഹഭക്തി ഒരു ദൈവകൃപ കൊണ്ടുവരും. ഒരു കാര്യം കൂടി. ഈ ഘട്ടത്തിൽ ഒരു പച്ച നിറം ധരിക്കൂ. ഒരു ശുക്രവാരം ഒരു പച്ച നിറ വസ്ത്രം ധരിക്കൂ. ഈ ഒരു ചെറിയ ഒരു ആചാരം ഗ്രഹ ഊർജം അനുകൂലമാക്കും. ഒരു ദൃഢ ഊർജം ഉണ്ടാകും. ഒരു ഐശ്വര്യ ഊർജം ഉണ്ടാകും. ആ ഊർജം ഒരു ഭദ്രമായ ഒരു ജീവിതം ഉണ്ടാക്കും. ഇടവം രാശിക്കാരെ, ഒരു കാര്യം ഓർക്കൂ. ജീവിതം ഒരിക്കലും ഒരു ഒറ്റ ദിശയിൽ ആകില്ല. ചിലപ്പോൾ ഇടതൂർന്ന ഇരുൾ ഉണ്ടാകും. ചിലപ്പോൾ ഒരു ഒറ്റ ദിക്കും കാണാത്ത ഒരു കൂരിരുട്ടുണ്ടാകും. ആ ഇരുളിൽ ഒരു ദൈവകൃപ ഒരു ദീപമാകും. ഗ്രഹങ്ങൾ ഇന്ന് ആ ദീപം ഇടവം രാശിക്കാർക്ക് കൊടുക്കുന്നു. ആ ദീപം ഒരിക്കലും അണഞ്ഞു പോകില്ല. ആ ദീപം ഒരു ദൃഢ വെളിച്ചം ആകും. നിങ്ങൾ ഇതുവരെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് ഭാരം വഹിച്ചു. ഒരുപാട് കണ്ണീർ ഒഴുക്കി ഒരുപാട് ഉള്ളിൽ ഒതുക്കി. ആ ഒതുക്കത്തിന് ഒരു ഉത്തരം ഇന്ന് ഗ്രഹങ്ങൾ നൽകുന്നു. ആ ഉത്തരം ഒരു ഉയർച്ചയാണ്. ആ ഉത്തരം ഒരു ഭദ്രതയാണ്. ആ ഉത്തരം ഒരു സ്നേഹമാണ്. ആ ഉത്തരം ഒരു ശാന്തിയാണ്. ഈ ഉത്തരം ഇടവം രാശിക്കാർ അർഹിക്കുന്നു. കാരണം ഇടവം രാശിക്കാർ ഒരു നല്ല ഹൃദയമുള്ള, ഒരു ദൈവഭക്തിയുള്ള, ഒരു സ്നേഹഹൃദയം ഉള്ള ആളുകളാണ്. ഈ ഘട്ടം കഴിഞ്ഞ് ഒരു പുതിയ ഒരു ഘട്ടം ഉണ്ടാകും. ആ ഘട്ടം ഇടവം രാശിക്കാരുടെ ജീവിതത്തെ മൊത്തം ഒരു പുതിയ ദിശയിലേക്ക് നടത്തും. ആ ദിശ ഒരു ഉജ്ജ്വലമായ ദിശ ആകും. ആ ദിശ ഒരു ഭദ്രമായ ദിശ ആകും. ആ ദിശ ഒരു സ്നേഹം നിറഞ്ഞ ദിശ ആകും. ആ ദിശയിലേക്ക് ഇടവം രാശിക്കാർ ഒരു ഉറച്ച ചുവടുകളോടെ നടക്കൂ. ഭയം വേണ്ട. ആ ഭയം മാറ്റി ഒരു ഉറപ്പോടെ ആ ദിശയിലേക്ക് നടക്കൂ. ദൈവം ഒരു നടപ്പ് ദൂരം മാത്രം ഉള്ളിലുണ്ട്. ആ ദൈവം ഒരു ഉറ്റ ശക്തിയോടെ ഇടവം രാശിക്കാർക്ക് ഒരു ഉയർന്ന ഭാവി ഉറപ്പു ചെയ്യുന്നു. ഇടവം രാശിക്കാർക്ക് ദൈവ അനുഗ്രഹം ഒരിക്കലും കുറയില്ല. ആ അനുഗ്രഹം ഒരു ഒഴുക്കാണ്. ആ ഒഴുക്ക് ഇപ്പോൾ ഒരു ശക്തി ഉണ്ടാക്കി നിൽക്കുന്നു. ആ ശക്തി ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ഉദയം ഉണ്ടാക്കും. ആ ഉദയം ഒരു ധന ഉദയമാകും. ആ ഉദയം ഒരു ഹൃദയ ഉദയമാകും. ആ ഉദയം ഒരു ജീവിത ഉദയമാകും. ആ ഉദയം ഇടവം രാശിക്കാർ ഒരിക്കലും മറക്കാൻ ആകാത്ത ഒരു ഉദയം ആകും. ഒരു ഉപദേശം മാത്രം. ഈ ഘട്ടത്തിൽ ഒരു ഒഴുക്കിൽ പെടാതിരിക്കൂ. ഒരു ശ്രദ്ധ ഒരു ഉയർച്ച ഉണ്ടാക്കും. ഒരു ക്ഷമ ഒരു ഭദ്രതയ്ക്കുള്ള ദൃഢ ആരംഭ ബിന്ദു ആകും. ഈ ഘട്ടത്തിൽ ആ ക്ഷമ ഇടവം രാശിക്കാർ കൈക്കൊള്ളൂ. ആ ക്ഷമ ഒരു ദൈവഭക്തിയാകും. ആ ഭക്തി ഒരു ദൈവകൃപ ഉണ്ടാക്കും. ആ കൃപ ഒരു ഉജ്ജ്വലമായ ഭാവി ഉണ്ടാക്കും. ഇടവം രാശിക്കാരെ, ഇനി ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം ഇതിലും ഒരു ഉത്കൃഷ്ടമായ ഒരു ഘട്ടം ആകും. ആ ഘട്ടം ഒരു ഗ്രഹചലനം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു അഭൂതപൂർവ ഒരു ഊർജം കൊണ്ടുവരും. ആ ഊർജം ഒരു ആധ്യാത്മിക ഉണർവ് ഉണ്ടാക്കും. ആ ഉണർവ് ഒരു ഉജ്ജ്വലമായ ഭദ്രത ഉണ്ടാക്കും. ആ ഭദ്രത ഇടവം രാശിക്കാർ ഒരിക്കലും ഒറ്റയ്ക്ക് ആകില്ല എന്ന ഒരു ഉറപ്പ് ആകും. ആ ഉറപ്പ് ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ്. ആ ഉറപ്പ് ഒരിക്കലും തെറ്റില്ല. ഗ്രഹങ്ങൾ ഒരിക്കലും നൽകിയ ഒരു ഉറപ്പ് തെറ്റാക്കില്ല. ഇടവം രാശിക്കാർക്ക് ഒരു ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരു ഐശ്വര്യ ഒഴുക്ക് ഉണ്ടാകട്ടെ. ഒരു സ്നേഹ ഒഴുക്ക് ഉണ്ടാകട്ടെ. ഒരു ഉജ്ജ്വലമായ ഭാവി ഉണ്ടാകട്ടെ. ആ ഭാവി ഇടവം രാശിക്കാർ അർഹിക്കുന്നു. ആ ഭാവി ഇടവം രാശിക്കാർ ഒരു ദൃഢഹൃദയത്തോടെ, ഒരു ദൈവഭക്തിയോടെ, ഒരു ഉറ്റ വിശ്വാസത്തോടെ ആ ഭാവിയിലേക്ക് നടക്കൂ.
ദൈവം ഒരിക്കലും ഇടവം രാശിക്കാരെ കൈവിടില്ല. ഒരിക്കലും ഒരിക്കലും.